എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണോ എക്സാം എഴുതുന്നത്? ഓക്കെ, ഏതാ കാറ്റഗറി ഏതായിരുന്നു? കാറ്റഗറി 1. എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് സബ്ജക്റ്റാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എല്ലാം കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നാ കിട്ടട്ടെ, ഓൾ ദ ബെസ്റ്റ്. ഏത് കാറ്റഗറി ആയിരുന്നു? കാറ്റഗറി 1. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചില സബ്ജക്ട്സ്? ഏതെങ്കിലും മാത്സ് ബാക്കി ബുദ്ധിമുട്ടായിരുന്നു. സൈക്കോളജി ഒക്കെ നല്ല ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു, കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മാത്സ് കുറച്ചൊരു ടഫ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നു സുഖം ഉണ്ടായിരുന്നത്? സൈക്കോളജി കുഴപ്പമില്ല. ഓക്കെ, ആദ്യമായിട്ടാണ് എക്സാം? അല്ലല്ല, രണ്ടാമത്തെ. അപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. കുഴപ്പമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്? അല്ല, സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം കുറച്ചും കൂടി ഈസി ആയിരുന്നു. 81 പോയത്, ഒരു മാർക്കിനാണ് പോയത്. ഏതാ കാറ്റഗറി? ഞാൻ കാറ്റഗറി 1. ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ സൈക്കോളജി തന്നെയായിരുന്നു. കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ടോ? നോക്കാം, ആൻസർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഏത് കാറ്റഗറി ആയിരുന്നു? കാറ്റഗറി 1. ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിന്റെ സബ്ജക്റ്റുകൾ? ബുദ്ധിമുട്ട് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്? അല്ലല്ല, കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. കിട്ടുന്നു പ്രതീക്ഷിക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പഠിച്ചവർക്ക് കിട്ടും. പിന്നെ കുറച്ച് ടൈം പോരായാണ്, കുറച്ചുകൂടി ലളിതമാക്കായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. കാറ്റഗറി 1 ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി സെക്കൻഡ് ഉണ്ട്. ഇത് എക്സാം ശരിക്കും നേരത്തെ എൻട്രൻസ് ഒക്കെ പോലെ ഫസ്റ്റ് ആക്കേണ്ടതായിരുന്നു. ഇത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ടൂർ പോയതിനു ശേഷം കല്യാണമുള്ള കോളത്തിലേക്കാണ് വന്നത്. അപ്പോൾ അല്ല, ഞാൻ 3ാമത്തെ ടൈമാണ്, കിട്ടിയിട്ടില്ല. കാരണം ഈ കോഴ്സിന്റെ ഉടനെ തന്നെ എഴുതിയാലേ കിട്ടുള്ളൂ. കുറച്ച് കോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ആദ്യം എൻട്രൻസ് പോലെ എഴുതിയിട്ട് ഇത് കിട്ടിയതിന് ശേഷം 2 വർഷം കോഴ്സ് പഠിക്കുകയാണെങ്കിൽ വളരെ നന്നാവും. ഇത് കഷ്ടപ്പെട്ട് TTC പഠിച്ചതിന് ശേഷം പിന്നെയും കഷ്ടപ്പാടാണ്. അതൊന്ന് മാറ്റാൻ സർക്കാർ എന്നാൽ, കാരണം സർക്കാരിലേക്ക് പൈസ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുട്ടി 500 രൂപയാണ് ഒരു എക്സാമിന് കാറ്റഗറിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ നന്നായിരിക്കും. സർക്കാർ ഉണർന്നിട്ട് ആദ്യം തന്നെ ഈ എക്സാം പിന്നീട് കോഴ്സ് ആക്കുകയാണെങ്കിൽ വളരെ നന്നാവുന്നതാണ് എൻ്റെ അഭിപ്രായം. ബുദ്ധിമുട്ടില്ല, ലളിതമാണ്. പക്ഷേ ഇത് പിന്നെ എല്ലാം ഒരേപോലെ ഉത്തരം തോന്നുന്നത്. കാരണം ഒരാൾ ചോദിച്ചാൽ നേർക്ക് എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിന് ഓപ്ഷനല്ലല്ലോ, 1 വേ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് തന്നെ ആയിരിക്കണമല്ലോ. മറ്റേത് ഏത് വിധേനയും നമുക്ക് കുട്ടികളെ മുമ്പിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല, നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇത് ആ ചോദ്യത്തിന് കറക്റ്റ് അവരെന്താണോ തീരുമാനിച്ച ഉത്തരം തന്നെ കിട്ടണമല്ലോ. അതാണ് പ്രശ്നം. കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റും. കാറ്റഗറി 1 1ഉം 2 ഉണ്ട്. ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്? ആദ്യമായിട്ട്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എക്സാം എഴുതിയത്? ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഏതെങ്കിലും? അങ്ങനെ മാത്സ് കുറേ പേര് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഏതായാലും കിട്ടട്ടെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫസ്റ്റ് ടൈമാണ് എക്സാം? അല്ല, സെക്കൻഡ് ടൈമാണ്. സെക്കൻഡ് ടൈം. അപ്പോൾ ഫസ്റ്റ് എക്സാമിനെ അപേക്ഷിച്ച് എക്സാം സുഖമായിരുന്നു? വലിയ പ്രശ്നമൊക്കെ കറക്കി കുത്തലായിരുന്നു. ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് മാത്സ് ബുദ്ധിമുട്ടാണ്? മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കോളജിയാണ് പിന്നെ എളുപ്പം. ഓക്കെ, അപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്? ഇല്ല. ഓക്കെ, അപ്പോൾ എന്നാലും കിട്ടട്ടെ. താങ്ക് യു. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈമാണ് എക്സാം? ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? കിട്ടും തന്നെയാണ് പ്രതീക്ഷ. എളുപ്പമായിരുന്നു. അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടാന്ന് കുറേ പേര് പറഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഏതായിരുന്നു ഈസി ഉണ്ടായിരുന്ന സബ്ജക്ട്? EVS സൈക്കോളജി ഒക്കെ സൈക്കോളജി ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്നുള്ള ഉറപ്പ്? ഓക്കെ, താങ്ക് യു. ടൈമാണ് എക്സാം എഴുതുന്നത്? അല്ല, ഒരു 4ാമത്തെ. ഓക്കെ, അപ്പോൾ ബാക്കി എക്സാമിനെ അപേക്ഷിച്ച് സിമ്പിൾ ആയിരുന്നു? എങ്ങനെയാണ്? സിമ്പിൾ ആയിരുന്നു. ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? ബുദ്ധിമുട്ടുള്ള സയൻസ് ആയിരുന്നു. അപ്പോൾ കിട്ടുന്ന പ്രതീക്ഷയുണ്ട്? പ്രതീക്ഷ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് എക്സാം? അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എക്സാം? കുഴപ്പമില്ലായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൽ സബ്ജക്റ്റുകൾ ഭയങ്കരമായിട്ട്? ഇല്ല, ബുദ്ധിമുട്ടായിട്ട് എല്ലാം കുഴപ്പമില്ലാണ്ട് പോയി. ഓക്കെ, കാറ്റഗറി 1 ആയിരുന്നു? ഓക്കെ, പ്രതീക്ഷ ഉണ്ട് കിട്ടുന്നു? അറിയില്ല, കിട്ടട്ടെ, ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിരുന്നു? ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്? അല്ലല്ല, ഇതിന് മുന്നേ എഴുതിണ്ടായിരുന്നു. അതിനപേക്ഷിച്ചത് സിമ്പിൾ ആയിരുന്നു? സിമ്പിളാ. മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് എല്ലാവരും പറഞ്ഞു. എന്താ അഭിപ്രായം? മാത്സ് ഇല്ല, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായി? കിട്ടുന്ന ഉറപ്പാണ്? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എക്സാം എഴുതുന്നത്? അല്ല, 3ാമത്തെ തവണ. ഓക്കെ, അപ്പോൾ ബാക്കി എക്സാമിനെ അപേക്ഷിച്ച് ഈ എക്സാം നല്ല എക്സാമാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എഴുതുന്നിടത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ വന്നല്ലാണ്ട് ടൈം ഒന്നും കുഴപ്പമില്ലായിരുന്നു. പഠിച്ചോണ്ട് ഈസി ആയിരുന്നു. കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. കിട്ടട്ടെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പ്രശ്നമല്ല. ഗണിതത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ട്. ഫസ്റ്റ് ടൈമാണ് എക്സാം എഴുതുന്നത്? അല്ലല്ല, 3ാമത്തെ. ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു.
കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉണ്ട്. കിട്ടണം, കിട്ടട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ബെറ്റർ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ സൈക്കോളജി കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അപ്പോൾ കഴിഞ്ഞ എക്സാമിനെ മാത്സ് ആണ് കുറച്ച് കുറേ പേര് പറഞ്ഞു മാത്സ് ബുദ്ധിമുട്ടായിരുന്നു. കാറ്റഗറി 1 ആയിരുന്നു. 1 ഉണ്ട്, 2 എഴുതാനുണ്ട്. ഈസി ഉണ്ടായിരുന്ന സബ്ജക്ട് ഏതൊക്കെയായിരുന്നു? സൈക്കോളജി ഈസി ആയിരുന്നു, പിന്നെ സയൻസും കുഴപ്പമില്ല. കിട്ടും എന്നുള്ള പ്രതീക്ഷ കിട്ടണം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി, വലിയ കുഴപ്പമില്ലാത്ത എക്സാം ആണ്. ഫസ്റ്റ് ടൈമാണ് എക്സാം എഴുതുന്നത്? അല്ല ഇതിന് മുന്നേ എഴുതിന? അപ്പോൾ ഇതിന് മുന്നേ എഴുതിയ എക്സാമിനേക്കാൾ ബെറ്റർ ആയിരുന്നുണ്ടോ? ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടി. കിട്ടുമോ അത് പറയില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആൻസർ തന്നെ ആവണമെന്നില്ലല്ലോ. കുറെയൊക്കെ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് സൈക്കോളജിയാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത്. മാത്സ് കേസിയായിരുന്നു. കുഴപ്പമില്ല. കിട്ടട്ടെ, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എക്സാം ഒരു പിടുത്തമില്ലായിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും വരും. ഓക്കെ, മീൻസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൽ? ബുദ്ധിമുട്ട് എന്ന് പറയാൻ മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് കാറ്റഗറി 2 ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടറിയാം. കിട്ടുമെന്നുള്ള പ്രതീക്ഷ? അങ്ങനെയൊന്നുമില്ല. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.